മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനത് തലവേദനയുണ്ടാകുമോ? 89 വോട്ടിന് കെ സുരേന്ദ്രൻ തോൽവിയറിഞ്ഞ മണ്ഡലത്തിൽ ഇക്കുറിയും സുരേന്ദ്രൻ മത്സരരംഗത്തുള്ളതാണ് ഈ ചോദ്യമുയർത്തുന്നത്. മകൻ തട്ടിപ്പിനിരയായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മഞ്ചേശ്വരത്ത് ജനവിധി തേടുന്നത്. 2000-ഓളം വോട്ടുകളെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ KCN ന്യൂസിനോട് പറഞ്ഞു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മുസ്ലിം ലീഗിന്റെ മുൻ അധ്യാപക സംഘടനാ നേതാവായിരുന്ന കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. നേരത്തെ MLA ആയിരുന്ന PB അബ്ദുൾ റസാഖ് അന്തരിച്ചതിനെ തുടർന്ന് അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചിരുന്നു. അന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ചാണ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു വിമത നീക്കത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? ഞാൻ വിമതനായിട്ടല്ല, സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ മകന് 2011 ഖത്തറിൽ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാറക്കൽ അബ്ദുള്ളാൻ്റെ മുത്താപ്പാൻ്റെ 2 മക്കൾ ഫസലും സിറാജും ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊരു ബിസിനസ് ആരംഭിച്ചിരുന്നു. ആ ബിസിനസ്സിൽ എൻ്റെ മകൻ ഷെയർ കൊടുക്കുകയും എൻ്റെ മകൻ്റെ കെയർ ഓഫിലായിട്ട് കുറേ ആളുകൾ 1,18,00,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞത് 2013. അങ്ങനെ 10 ദിവസത്തെ ലീവിന് അവന് നാട്ടിലേക്ക് വന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർ കമ്പനി പൂട്ടി ഖത്തറിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. തുടർന്ന് മകൻ തിരിച്ചു വന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവർ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ വടകരയിൽ വെച്ച് പാറക്കൽ അബ്ദുള്ളാൻ്റെ നേതൃത്വത്തിൽ വടകര ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേർന്ന് ചർച്ച നടത്തുകയും ആ ചർച്ച അലസിപ്പിരിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്നു. തുടർന്നാണ് ഞങ്ങൾ പല പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK ഫിറോസ്, നജീബ് കാന്തപുരം തുടങ്ങിയ ആളുകളൊക്കെ കണ്ടു ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അവരൊക്കെ പരിഹാരം കാണാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ആരും ആ ഉറപ്പ് പാലിച്ചില്ല. ആ ഇടയിലാണ് PB അബ്ദുൾ റസാഖ് മരണപ്പെട്ട സാഹചര്യത്തിൽ ബൈ-ഇലക്ഷൻ വന്നു. MC കമറുദ്ദീൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ നോമിനേഷൻ സ്വീകരിച്ച സമയത്താണ് MC കമറുദ്ദീൻ്റെ തെരഞ്ഞെടുപ്പ് സംഘാടക സമിതിയും ഉപ്പളയിൽ വെച്ച് നടന്നതെന്ന് കുഞ്ഞാലിക്കുട്ടിയും ET ബഷീറും KPA മജീദെല്ലാം വന്നിരുന്നു. അങ്ങനെ വൈകുന്നേരം എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ MC കമറുദ്ദീൻ വിളിച്ചവർക്ക് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കാസർഗോഡ് നോമിനേഷൻ കൊടുത്ത് വന്നതാണ്, വിഷമമുണ്ട്, അല്ല നിങ്ങൾ വരണം, ഇന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും, നിങ്ങൾ 5 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന്. അങ്ങനെ ഞാനും മകനും എൻ്റെ മരുമനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അവിടെ VIP റൂമിൽ വെച്ച് ചർച്ച നടത്തി. ചർച്ചയിൽ ആൾ എന്നോട് പറഞ്ഞത്, മാഷേ ഞാൻ കുഞ്ഞാലിക്കുട്ടിയാണ്, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ നടപ്പിലാക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നിങ്ങൾ നോമിനേഷൻ പിൻവലിക്കണം, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു കാര്യം പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനെ ഞാൻ അത് അവിശ്വസിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ഞാനത് വിശ്വസിച്ചു. ഞാനത് നോമിനേഷൻ പിറ്റേന്ന് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചയാൾ ഞാൻ വേണ്ടി പിൻവലിക്കും, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുന്നു പറഞ്ഞു. അങ്ങനെ രാവിലെ 10 മണിയാകുമ്പോൾ അയാൾ വീണ്ടും വിളിച്ചു, ഞാനിത് പുറപ്പെടുന്നുണ്ട്, ഞാനിപ്പോൾ കലക്ടറേറ്റിലാണ് പോകുന്നത്, ഏതാനും നിമിഷത്തിനും എത്തി പിൻവലിക്കുന്നു പറഞ്ഞു. അങ്ങനെ കലക്ടറേറ്റ് എത്തിയപ്പോൾ അവിടെ മുസാബി ചെർക്കളെ കാണുന്നു, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. മുസാബി ചെർക്കളം ഇയാളൊരു ദൂതനായിട്ട് വന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ പിൻവലിക്കുന്നതില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ കലക്ടറേറ്റ് എത്തിയപ്പോൾ 10:45 എനിക്ക് വീണ്ടും കുഞ്ഞാലിക്കുട്ടീൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ കലക്ടറേറ്റിലുണ്ട്. അപ്പോൾ എന്നോട് വെച്ച് വേറെ ആരുണ്ട് എന്ന് മുസാബി ചെർക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കുറേ നേരം അയാൾ വിഷയം പറഞ്ഞു. 11:30 മണിയാകുമ്പോൾ ഞാൻ പിൻവലിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പിൻവലിച്ചു, എൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കണമെന്ന്. തീരുമാനിക്കും, തീർച്ചയായും തീരുമാനിക്കും. അപ്പോൾ MC കമറുദ്ദീൻ്റെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ MLA-മാർ മഞ്ചേശ്വരം മണ്ഡലത്തിലും ഫീൽഡ് നടത്തുകയാണ്. പാറക്കൽ അബ്ദുള്ള അടക്കമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം പിന്നെ ഈ നുളിപ്പാടിലെ ഹൈവേ കാഴ്ചയിൽ അവരാണ് താമസിക്കുന്നത്. അടുത്തേക്ക് ഞങ്ങളെ വിളിച്ചു.
ഞാനും എൻ്റെ മകനും ഞങ്ങളെ പ്രതിനിധിയായിട്ട് ചെയ്ത ഹാദി തങ്ങളും എൻ്റെ മരുമകനും അടക്കം ഞങ്ങൾ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടിയും പാറക്കൽ അബ്ദുല്ലാൻ്റെ ഒരു ബോസ് പോക്കറും പിന്നെ ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിച്ചു എൻ്റെ മകനോട്. മകൻ പറഞ്ഞ് ഇത്ര പൈസ എന്നെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വലിയ പൈസയാണല്ലോ, 1,18,00,000 രൂപ, അതിപ്പോൾ മാനമായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പാറക്കൽ അബ്ദുല്ലാനോട് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട അയ്യാ തലങ്കര ആ സദസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ അവസാനം പാറക്കൽ അബ്ദുല്ല പറഞ്ഞു ആ കുട്ടീൻ്റെ അടുത്ത് പൈസയില്ല, എന്ത് ചെയ്യണം? അതൊന്നും പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ ആ കുട്ടിയിൽ നിന്ന് കുട്ടീൻ്റെ കുടുംബത്തിൽ നിന്ന് പരമാവധി സ്വരൂപിക്കണം, ബാക്കി നിങ്ങൾ രണ്ടുപേർ കൂടിയിട്ട് മാനമായ നിലയിലുള്ള പൈസ കൊടുക്കും. ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് ഒത്തുപോയിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ച് പറഞ്ഞ് മാഷ ഇങ്ങോട്ട് വാ, അവർ പൈസ തന്നില്ലെങ്കിൽ എന്നോട് നിങ്ങൾ പറയണം, ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുന്നു. ആ പറഞ്ഞിട്ട് 7 കൊല്ലമായി. അതിൻ്റെ ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, പരാതി അയച്ചാൽ അത് സ്വീകരിക്കുന്നില്ല, അത് നോക്കുന്നില്ല, ഒരു മറുപടിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ഈ എന്നെ ടൂറിസ്റ്റ് ഹോമിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അറിഞ്ഞ് ഞങ്ങളും എൻ്റെ മകനും ഞങ്ങളെല്ലാവരും വന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ് നിങ്ങൾ ഒത്ത പൈസ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല, എന്നാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ പൈസ നിങ്ങൾക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ കുഞ്ഞാലിക്കുട്ടി 7 വർഷമായി ഒരു വിഷയമില്ല, കാണാൻ പറ്റുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, ഒരു ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി പറ്റിച്ച സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഷേധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾ അതിന് ഒരു പ്രതിഷേധം നിൽക്കാണ് മറ്റന്നാൾ അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ സ്വതന്ത്രനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും വളരെ വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു മണ്ഡലമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി ഉണ്ടാകുവാനൊരു സാധ്യത? അത് അവർ തീരുമാനിക്കേണ്ട. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് മഞ്ചേശ്വരത്തിൻ്റെ വിജയപരാജയം എന്ന് എപ്പോഴും പറയുന്ന ആളാണ് AK മഷ്റഫ്. അപ്പോൾ അവർ തീരുമാനിക്കണം അത് വേണോ വേണ്ടെന്നുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇന്നത്തെ AK മഷ്റഫ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടാൽ ഞാൻ പിൻവലിക്കും, ഞാൻ നോമിനേഷൻ കൊടുക്കില്ല. അല്ല, നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണോ ലക്ഷ്യം, അല്ല കേവലം പ്രതിഷേധം എന്നുള്ളതാണ്? ജയിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുന്ന പാരമ്പര്യമില്ലല്ലോ ഇവിടെ. അത് പിന്നെ പത്തനംതിട്ടയിലല്ലാണ്ട് വേറെ എവിടെയും വിജയിച്ച ചരിത്രമില്ല. അതുകൊണ്ട് നമുക്ക് പരമാവധി വോട്ട് നമ്മൾക്ക് ചെയ്യുന്ന എൻ്റെ ബന്ധുക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പരമാവധി ഒരു 2,00,000 വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. വലിയൊരു കുടുംബത്തിലെ അംഗമാണ് താങ്കൾ. താങ്കളുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഈ മഞ്ചേശ്വരം ഭാഗത്തുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏറെക്കുറെ നിങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര വോട്ടുകൾ കിട്ടുമെന്നാണ്? അത് 1,500-2,000 ഇടയിലെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനുള്ളത്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന സംഘടനാപരമായിട്ട് അന്നത്തെ കുറേ ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർ എനിക്ക് വോട്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനുണ്ട്. ഈ വിവരം ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ടല്ലോ, അന്ന് മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും താങ്കളെ സന്ദർശിക്കുക? സാധാരണയുള്ള പ്രവർത്തകർ നേതാക്കന്മാരും വിളിച്ചിട്ടില്ല. സാധാരണയുള്ള കുമ്പളയിലെ പ്രവർത്തകരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ കൊടുക്കും. അപ്പോൾ എന്താണ് നിലവിലെ താങ്കളുടെ ആവശ്യം? എൻ്റെ മകന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒത്ത പണം കിട്ടണം. പണം കിട്ടിയാൽ ഞങ്ങൾ വിഡ്രോ ചെയ്യും, നോമിനേഷൻ കൊടുക്കില്ല കിട്ടിയാൽ. എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നാണ് ഈ നമ്മുടെ കണ്ണൂർ അബ്ദുല്ല മാസ്റ്റർ നമ്മോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ തയ്യാറാണെന്നും കണ്ണൂർ അബ്ദുല്ല മാസ്റ്റർ വ്യക്തമാകുന്നു. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഏറെക്കുറെ 2000 വോട്ടുകൾ ലഭിക്കുമെന്നും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.